ഗായ്സ് നമ്മളിന്ന് ലേസിൽ വെച്ചൊരു സാധനം ഉണ്ടാക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ഞാനും ഉണ്ട് അനശ്വറുണ്ട് ശ്രാവൺ. നമ്മളെല്ലാരും കൂടെ കടയിൽ പോവുകയാണ്. നമ്മളെല്ലാരും കൂടെ കടയിലോട്ട് പോകാൻ പോവുകയാണ് ഗായ്സ്. ഗായ്സ് നമ്മളിതാ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ശ്രാവണാണ് വണ്ടി ഓടിക്കുന്നത്. അനശ്വർ മുമ്പ് ഇതാ പോയി. നമ്മൾ കടയിലോട്ട് പോവുകയാണ് ഗായ്സ്. നമ്മളിതാ കടയിലോട്ട് എത്താറായി ഗായ്സ്. കടയിലോട്ട് പോകാൻ ഇവർ വരണില്ല. ഇവർ റോഡിൽ തന്നെ നിൽക്കുകയാണ് സൈക്കിളിൽ. ഞാൻ കടയിലോട്ട് പോവുകയാണ്. നമ്മളിതാ കടയിലോട്ട് എത്തിക്കുന്നു. ഗായ്സ് നമ്മളിതാ ലേസൊക്കെ വാങ്ങിച്ചു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇതിനൊരു സാധനം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഗായ്സ്. നമ്മളിതാ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. അതെ വീട്ടിലേക്ക് കയറുകയാണ്. അടുക്കളയിൽ നിൽക്കുകയാണ്. ശ്രാവൺ അടുത്ത് കൊണ്ട് അവന് നാണം, അവൻ പോകുന്നു. പിന്നെ നമ്മുടെ ശ്രീകുട്ടൻ ഇവിടെ കാണാം. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോവാം. ഹലോ ഗായ്സ്, നമ്മളിതാ അരിയാണ്. അരിഞ്ഞ് തീരാറായി. അഭ്യാസമൊക്കെ കാണിച്ചോണ്ടാണ് ഗായ്സ് അരിയുന്നത്. അരിയൊക്കെ വെളിയിലൊക്കെ പോയി തെറിച്ച് കണ്ട പുഷ്പരാജ് അരിയണത് തന്നെ തെറിക്കണല്ല കേട്ടാ അഭ്യാസം ഗായ്സ്. അപ്പോൾ നമ്മളിതാ റെഡിയാക്കി എല്ലാം വെച്ചേക്കുകയാണ്. അരിഞ്ഞൊക്കെ വെച്ചേക്കുകയാണ്. ഇതാണ്ട് സവാള, തക്കാളി, മല്ലിയില ഇതാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആക്കി വെച്ചേക്കുന്നത് ഗായ്സ്. അപ്പോൾ ശ്രാവണാണ് പൊട്ടിച്ചിടാൻ പോകുന്നത്, റെഡിയാക്കാൻ പോകുന്നത്. ഇടയാണ് നമ്മൾ പൊടിച്ച് വെച്ചിട്ട് ഇടയാണ്. ഇനി നീല കളർ ലേസ് നമ്മൾ ഇടാൻ പോവുകയാണ് ഗായ്സ്. നീല കളർ അത് ഇട്ടിട്ടുണ്ട് ഗായ്സ്. ഇനി പച്ചയാണ് ഇടാൻ പോകുന്നത്. നമ്മൾ കുറച്ച് സമയം വേണം. പിന്നെ നമ്മൾ ഇനി ഓറഞ്ച് ഇടാൻ പോവുകയാണ്. ഓറഞ്ച് നമ്മൾ 2 എണ്ണം വാങ്ങിച്ചു. പൊടിയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലേസ് പൊടിച്ചിട്ടുണ്ട്. നമ്മൾ അനശ്വറാണ് എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ ലേസ് റെഡിയാക്കി ഇടണം. അപ്പോൾ നമ്മൾ ആദ്യം തക്കാളിയും ഉള്ളിയും ഇടാൻ പോകുന്നത് ഇടുകയാണ്. നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് ഇടുന്നത്. ഇത് കുഴക്കുന്നുണ്ട്. ഇനി അടുത്തത് മല്ലിയിലയാണ്. ഇനി അടുത്തത് മല്ലിയിലയാണ് ഇടുന്നത്. മല്ലിയില നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ്. നല്ലപോലെ ഒന്ന് കുഴച്ചു കൊടുക്കണം ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മളെ സാധനം അത്യാവശ്യം റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് ഗായ്സ്. നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാൻ പോയി. അതാണ് നമ്മളെ ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഇതിന് ചെറിയൊരു പുളിപ്പൊക്കെ വേണം. അതിനാണ് നാരങ്ങ. അപ്പോൾ പിഴിഞ്ഞൊഴിക്കുകയാണ് നമ്മൾ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് കഴിക്കുമ്പോൾ നമ്മളെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറിക്കും മക്കളെ. നമ്മൾ സാധനം റെഡിയാണ്. നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗായ്സ്. ഇതാണ് ഗായ്സ് പൊളി സാധനമാണ് ഗായ്സ്. നമ്മളവ കഴിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് വരെ കൊതിയാവുന്നുണ്ടാവും ഗായ്സ്. അപ്പോൾ നമുക്കും കൊതിയാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗായ്സ്. ആദ്യമായിട്ട് നമ്മുടെ ക്യാമറമാനായ ശ്രാവൺ തന്നെ മിലൻ തന്നെ കഴിക്കട്ടെ. കഴിക്കാൻ പോവുകയാണ്.